ഡിഗ്രി വരെ പെൺകുട്ടികളെല്ലാം പഠിപ്പിക്കും. നമ്മുടെ എല്ലാം മുദ്രാവാക്യമാണ്. പെൺകുട്ടികളൊക്കെ പഠിക്കണം. PG വരെ പഠിക്കും, MTech വരെ പഠിക്കും, BTech വരെ പഠിക്കും, BA വരെ പഠിക്കും. പഠിച്ച് കഴിഞ്ഞ ഉടനെ ഇവരെ കല്യാണം കഴിപ്പിക്കും. ഈ പഠിക്കുന്ന കാലത്തൊന്നും പഠനമല്ലാതെ ഒരു കുടുംബം, വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലിലും അവർ ഇൻവോൾവ് ചെയ്യാൻ സമ്മതിക്കാറ്. അത് കഴിഞ്ഞ് അവർ പഠിച്ച സാധനം പ്രയോഗിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. കല്യാണം കഴിപ്പിക്കും. 1-2 വർഷത്തിനകത്ത് ഗർഭിണികളാവും. 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കുട്ടി ഉണ്ടാവും. കുഞ്ഞിന് 10 വയസ്സാവുന്നതിന് പിന്നെ ഈ സ്ത്രീകൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും. അതെ അതെ. ഇത്തരത്തിലുള്ള അമ്മമാരാണ് എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഒരു കണക്കിന് ഈ ഏജിലുള്ള സ്ത്രീകൾ കുറച്ച് ഡിപ്രസീവ് സ്റ്റേറ്റിലും കൂടെയാണ് പോകുന്നത്. കാരണം ഇവർക്ക് ആരോടും പറയാൻ നോക്കത്തില്ല. അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം താനും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു അഡ്വൈസ് എന്താണെന്നുള്ളത്? ശരിക്കും ഈ പണത്തിന്റെ ഒരു ബേസ് എന്താ വെച്ചാൽ, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും യോജിക്കുന്നു. ദെൻ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. മറ്റൊരു കാര്യമാണ് സമാധാനം ഉണ്ടാവും. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യും. രണ്ടിനും പറ്റും. അപ്പം യഥാർത്ഥത്തിൽ ഈ പൈസ എന്തിനാന്നുള്ളൊരു ചോദ്യം വരെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഭാര്യയ്ക്ക് എന്തിനാ പണം? നമ്മൾ വീട്ടിലിരിക്കില്ലേ, ഞാനല്ലേ കാര്യങ്ങളൊക്കെ നോക്കും, ഞാനല്ലേ അധ്വാനിക്കുന്നത്, വൈഫിന് എന്തിനാ പണം എന്നുള്ളതാണ്. അപ്പം ഇവർ കാണുന്നതും ഈ സമൂഹത്തിൽ കാണുന്നത് ഈ വീട് നോക്കുന്നത് ഒരു ചെറിയ കാര്യമാണെന്നും ബാക്കി കാര്യങ്ങളാണ് വലുതെന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് വലുതാണോ അത് ചെറുതാന്നുള്ളതല്ല. അപ്പം തന്നെ ഈ സ്ത്രീക്ക് എപ്പോഴും ഉണ്ടാവുന്നത്, ഇപ്പം ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഒരു അമ്മ, അച്ഛൻ പുറത്ത് ജോലി ചെയ്യണം, അദ്ദേഹം മാസത്തിൽ ചെറിയ പൈസ അയച്ചു കൊടുക്കണം. ഇതുകൊണ്ട് അച്ഛൻ ചെയ്തിരുന്നത്, അതായത് ഭർത്താവ് ചെയ്യുന്നത് സ്ഥലം മേടിക്കണം. അച്ഛൻ സ്ഥലം മേടിക്കാനുള്ള പൈസ അയച്ചു കൊടുക്കണം. അമ്മ പണിക്കൊക്കെ പോയി കുട്ടികളെ നോക്കുകയും ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ വലുതായി, പിന്നെ അങ്ങനെ വളർന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പം 3 മക്കൾ 2 മക്കൾ ചോദിക്കാൻ അമ്മയോട്, സ്ഥലമൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതല്ലേ, അമ്മ ഒന്നും ചെയ്തിട്ടില്ല, അമ്മയുടെ ഒന്നും ഇല്ല എന്നുള്ള, അമ്മയ്ക്ക് ഇതിലൊന്നും റോളില്ല എന്നാണ് ചോദ്യം വന്നപ്പോൾ ഈ അമ്മ ആകെ എന്താ പറയുക, ഒരു ഉത്തരം പറയാനില്ലാത്ത അവസ്ഥയിലായി. ഇത് ഇപ്പോഴും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഈ വീടിന് വേണ്ടത്. ഞാനല്ലേ വീട് കയറ്റിയേ, ഞാനല്ലേ ലോൺ അടയ്ക്കണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്കും പണിക്ക് പോകുമായിരുന്നു ഈ കുട്ടികളുടെ കേസൊക്കെ വിട്ടിട്ട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആ എഫേർട്ടിന് നമ്മൾ മാനിക്കുകയും അത് വിലമതിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു സാമ്പത്തികമായി കൊടുത്തേ മതിയാവും എന്നുള്ളതാണ്.